കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് പോകുമ്പോൾ ചേലക്കര ഉപതിരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയാണ്. 5 തവണ തുടർച്ചയായി വിജയിച്ച മണ്ഡലം നിലനിർത്താൻ LDF തയ്യാറെടുക്കുമ്പോൾ ചേലക്കര തിരികെ പിടിക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് UDF. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം ഇരട്ടിയാക്കിയ NDAയും തികഞ്ഞ പ്രതീക്ഷയിലാണ്. ഇടതുപക്ഷത്തിന്റെ ഇളകാത്ത കോട്ടയായി 25 വർഷമായി നിലനിൽക്കുന്ന ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ്. കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. 1996 തുടങ്ങിയ വിജയ പരമ്പര ഇക്കുറിയും ആവർത്തിക്കാമെന്നാണ് LDF കണക്കുകൂട്ടൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ അലയടിച്ച അനുകൂല തരംഗത്തിലും തൃശൂരിൽ അടിപതറിയ UDF ചേലക്കരയിലൂടെ അഭിമാനം വീണ്ടെടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. തൃശൂരിലെ വിജയം ചേലക്കരയിലും ആവർത്തിക്കാമെന്നാണ് BJP കരുതുന്നത്. മണ്ഡലത്തിൽ മുന്നണിക്കുള്ള ഉറച്ച അടിത്തറയും കെ രാധാകൃഷ്ണന്റെ വ്യക്തിപ്രഭാവവും മുൻ തെരഞ്ഞെടുപ്പുകളിൽ LDFന് കാര്യങ്ങൾ എളുപ്പമാക്കിയിരുന്നു. 83,415 വോട്ടിൽ നിന്ന് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 60,368 വോട്ടായി വിഹിതം കുറഞ്ഞത് ഇടതു കേന്ദ്രങ്ങളെ ആശങ്കയിലാക്കാം. പക്ഷേ കടുത്ത ഭരണവിരുദ്ധ വികാരം അലയടിച്ചപ്പോഴും 5,173 വോട്ടിന്റെ ലീഡ് ചേലക്കരയിൽ നേടാനായത് മുന്നണി നേട്ടമായി കരുതുന്നു. കെ രാധാകൃഷ്ണൻ പാർലമെന്റിലേക്ക് പോകുന്ന ഒഴിവിൽ മുൻ MLA UR പ്രദീപ് തന്നെ ഇക്കുറിയും സ്ഥാനാർത്ഥിയാകുമെന്നാണ് കരുതുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു തുടങ്ങിയവരുടെ പേരുകളും മണ്ഡലത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നു. 2021 തുടർഭരണം എന്നത് കേരളത്തിൽ സാധ്യമായി. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൽ BJPയുടെ അമിത അധികാരത്തിനെതിരെ ജനങ്ങൾ വോട്ട് ചെയ്തു. അവിടെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം, അതുകൊണ്ട് ഇടതുപക്ഷം ജയിച്ചാലും കോൺഗ്രസ് ജയിച്ചാലും അവിടെ ഇന്ത്യ മുന്നണിയാണ് എന്ന നിലയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ആ നിലയിൽ ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. എന്നാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിൻ്റെ വോട്ട് അതേപോലെ തന്നെ തിരിച്ചു കിട്ടും എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ വ്യത്യസ്ത നിലയിലാണ് ജനങ്ങൾ വോട്ട് ചെയ്യുക. ഈ മണ്ഡലത്തിൽ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ്. സ്ഥാനാർത്ഥി ആരാ എന്നുള്ളത് ഒന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. LDFൻ്റെ സ്ഥാനാർത്ഥി LDF നിശ്ചയിക്കും, UDFൻ്റെ അവർ നിശ്ചയിക്കും, BJP ആരായാലും LDFൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് വിശ്വാസം. UDF സ്ഥാനാർത്ഥിയായി ആലത്തൂർ മുൻ MP രമ്യ ഹരിദാസിന് തന്നെയാണ് കോൺഗ്രസ് ആദ്യ പരിഗണന നൽകുന്നത്. എന്നാൽ KPCC സെക്രട്ടറി NK സുധീർ, ജില്ലാ ജനറൽ സെക്രട്ടറി KV ദാസൻ തുടങ്ങിയവരും സ്ഥാനാർത്ഥി ചർച്ചകളിൽ ഇതിനോടകം ഇടം പിടിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച CC ശ്രീകുമാർ 44,015 വോട്ടുകളാണ് മണ്ഡലത്തിൽ നിന്ന് നേടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് നില 55,195 ഉയർത്താൻ കഴിഞ്ഞത് UDFന് പ്രതീക്ഷ പകരുന്ന ഘടകമാണ്. കേരളത്തിലെ കഴിഞ്ഞ 2 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും CPM വളരെ പ്രതീക്ഷയോടുകൂടി നേരിട്ട മണ്ഡലങ്ങളാണ് പുതുപ്പള്ളിയും അതുപോലെ തന്നെ തൃക്കാക്കരയും. ആ തൃക്കാക്കരയിൽ അവർ മറ്റേ അട്ടിമറി വിജയം പ്രതീക്ഷിച്ചാണ്. പക്ഷേ അവിടെ അവർ വിചാരിച്ചേക്കാളും ഇരട്ടി വോട്ട് കൊണ്ടാണ് UDF ജയിച്ചത്. അതുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പുകളൊന്നും CPM പറയുന്ന പോലെയുള്ള റിസൾട്ടൊന്നും ഉണ്ടാകണമെന്നില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ UDFൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും നന്നായിട്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റാവുന്ന ഏത് മണ്ഡലമേ ഉള്ളൂ. അതിന് യാതൊരു തർക്കവുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 28,974 വോട്ടാണ് NDA മണ്ഡലത്തിൽ നിന്ന് നേടിയത്. 24,045 വോട്ട് നേടിയ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 4,929 വോട്ട് മാത്രമാണ് അധികമായി കൈവരിക്കാനായതെങ്കിലും ജില്ലയിലുടനീളം നേടിയ വോട്ട് വിഹിതത്തിലെ വർധന ചേലക്കരയിലും തുണയാകുമെന്നാണ് മുന്നണിയുടെ കണക്കുകൂട്ടൽ. ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ TN സരസുവിന്റെ പേര് ഉപതെരഞ്ഞെടുപ്പിലും ഉയർന്നു കേൾക്കുമ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK സുധീറിന്റെയും പട്ടികമോർച്ച നേതാവ് ഷാജിമോൻ വട്ടേക്കാടിന്റെയും പേരുകളും BJPയുടെ പരിഗണനയിലുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അംഗീകരിക്കുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് BJPക്ക് 20% വോട്ട് കേരളത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചേലക്കര മണ്ഡലത്തിൽ, ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1,00,000 വോട്ടിനടുത്ത് എത്താൻ പറ്റിയിട്ടുള്ള മണ്ഡലം എന്ന് പറയുന്നത് ആലത്തൂർ ലോക്സഭാ മണ്ഡലമാണ്. ഇതിൽ ചേലക്കര മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം ചേലക്കര BJP വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് ചേലക്കര. BJPക്ക് ഇപ്പോൾ ഏകദേശം 30,000-ഓളം അടുത്ത് വോട്ട് ഇന്ന് ചേലക്കരയിലുണ്ട്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി NDA സഖ്യം ചേലക്കരയിൽ MLA സൃഷ്ടിക്കും എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 1965 നിലവിൽ വന്ന ചേലക്കര മണ്ഡലത്തിൽ നടന്ന 16 തിരഞ്ഞെടുപ്പുകളിൽ 8 തവണ LDFും 6 തവണ UDFുമാണ് വിജയിച്ചത്. സംസ്ഥാനത്തെ ശക്തമായ മൂന്നാം മുന്നണിയായി മാറിയ NDAയും ഇക്കുറി മത്സരത്തിനിറങ്ങുമ്പോൾ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് തീമാറും പോരാട്ടമായി മാറും. ന്യൂസ് മലയാളം, തൃശൂർ.